കൊതുകിനെ വിശ്വസിച്ച മൂട്ട. ഒരു രാജാവിന്റെ മെത്തയിൽ ഒരു മൂട്ടയും അതിന്റെ കുടുംബവും താമസമാക്കിയിരുന്നു. രാജാവ് രാത്രി ക്ഷീണിച്ചുറങ്ങുമ്പോൾ രാജകീയ രക്തം ഊറ്റി കുടിച്ച് മൂട്ടയും കുടുംബവും സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെയിരിക്കെ ആ മുറിയിൽ ഒരു കൊതുക് ജനലുവഴി കടന്നുവന്നു. അത് രാജാവിന്റെ മെത്തയിൽ ചെന്നിരുന്നു. അതിന്റെ മിനുസവും മാർദ്ദവവും കൊതുകിന് വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ കിടന്നുറങ്ങുന്ന രാജാവിന്റെ രക്തം എത്ര രുചികരമായിരിക്കുമെന്ന് ഓർത്തപ്പോൾ അത് കൊതി കൊണ്ടു തുള്ളിപ്പോയി. അപ്പോൾ പുറത്തു വന്ന മൂട്ട കൊതുകിനെ കണ്ടു. "ആരാണിവിടെ? എന്തിനു വന്നു?" മൂട്ട കൊതുകിനോട് ചോദിച്ചു. "അത് ചോദിക്കാൻ നീ ആരാ?" കൊതുക് ചോദിച്ചു. "ഇതെന്റെ വീടാണ്. ഞാനും എൻ്റെ കുടുംബവും വർഷങ്ങളായി ഈ മെത്തയിലാണ് താമസിക്കുന്നത്. അപരിചിതർ ഇവിടെ വരുന്നത് എനിക്കിഷ്ടമല്ല. ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. ഞാൻ ഇന്നേ വരെ സാധാരണക്കാരുടെ രക്തം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എനിക്ക് ആദ്യമായാണ് രാജകീയ രക്തം കുടിക്കാനുള്ള ഒരവസരം കിട്ടുന്നത്. ദയവ് ചെയ്ത് അതൊന്ന് രുചിച്ചു നോക്കാൻ എന്നെ അനുവദിക്കണം." കൊതുക് താണുകേണു പറഞ്ഞു. മൂട്ടയ്ക്ക് കൊതുകിനോട് ദയവ് തോന്നി. "ശരി, ഞാൻ സമ്മതിക്കാം. പക്ഷേ ചില നിയമങ്ങളുണ്ട്, അതനുസരിക്കണം." മൂട്ട പറഞ്ഞു. "എന്തു വേണമെങ്കിലും അനുസരിക്കാം, പറയൂ." "പകൽ സമയത്ത് രാജാവിനെ ഉപദ്രവിക്കാൻ പാടില്ല. രാത്രി മാത്രമേ കടിക്കാവൂ. അതും പാദത്തിൽ മാത്രം." മൂട്ട പറഞ്ഞു. "അത് പാലിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത നിയമമാണ്. ഞാൻ സമ്മതിച്ചു." ഉച്ച കഴിഞ്ഞപ്പോൾ രാജാവ് പതിവ് പോലെ ഉറങ്ങാൻ കട്ടിലിൽ ചെന്നു കിടന്നു. രാജാവിനെ കണ്ടപ്പോൾ കൊതുകിന് ചോര കുടിക്കാനുള്ള കൊതി മൂത്തു. എത്ര ശ്രമിച്ചിട്ടും അതിന് കൊതി നിയന്ത്രിക്കാനായില്ല. ഒടുവിൽ കൊതുക് പറന്നു ചെന്ന് രാജാവിന്റെ മുതുകിൽ കൊമ്പ് കുത്തി ഇറക്കി. രാജാവ് ഞെട്ടിയുണർന്ന പുറഞ്ചൊറിഞ്ഞു. "ആരെവിടെ?" രാജാവ് ഭടന്മാരെ വിളിച്ചു. ഭടന്മാർ ഓടിവന്നു. "ഇവിടമെല്ലാം പരിശോധിക്കൂ. നമ്മുടെ മുതുകിൽ ഏതോ പ്രാണി കടിച്ചു." ഈ സമയം കൊണ്ട് കൊതുക് പറന്ന് ജനലിലൂടെ രക്ഷപ്പെട്ടു. ഭടന്മാർ കിടക്കവിരിയും കിടക്കയും പരിശോധിക്കാൻ തുടങ്ങി. അവർ മെത്തയുടെ മൂലയിൽ പാർക്കുന്ന മൂട്ടയെയും കുടുംബത്തെയും കണ്ടുപിടിച്ചു. ഉടൻ തന്നെ അവയെ അവർ കൊല്ലുകയും ചെയ്തു. അപരിചിതനായ കൊതുകിനെ വിശ്വസിച്ചതുകൊണ്ട് മൂട്ടയ്ക്ക് തന്റെ കുടുംബം മാത്രമല്ല ജീവനും നഷ്ടമായി.